കന്യാകുമാരിയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ ഉള്ള വിവേക് എക്സ്പ്രസിന്റെ അവസ്ഥ വൃത്തി നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളൊരിക്കൽ അറിയാതെ സംഘമിത്ര എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും വേഴ്സ്റ്റ് ട്രെയിൻ ആയിരുന്നെന്നാണ് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീഡിയോയുടെ താഴെ കുറേ പേര് കമൻറ്റും ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റും വേഴ്സ്റ്റസ്റ്റും റണ്ണിങ് ആയിട്ടുള്ള ട്രെയിനാണ് ഈ നിൽക്കുന്ന കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇന്ന് ഒരു കടുങ്കൈ എടുത്തേക്കാണ്. ഞാനിപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഞാൻ കന്യാകുമാരിയിൽ നിന്ന് എറണാകുളം വരെ ദിബ്രുഗഡ് എക്സ്പ്രസ്സിൽ, അതും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രാവൽ ചെയ്യാൻ പോവാണ് ഗൈസ്. ആൻഡ് ഓൾറെഡി കന്യാകുമാരി സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഇപ്പോൾ എൻജിൻ വന്ന് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറി സീറ്റ് പിടിച്ചു. ട്രെയിനിൻ്റെ വൃത്തി ഞാൻ കാണിച്ചു തരാം, കയറുമ്പോൾ ഉള്ള വൃത്തിയെ. ഇതാണ് കന്യാകുമാരി വിവേക് എക്സ്പ്രസിൻ്റെ. കയറിയപ്പോൾ തന്നെ ഇപ്പോൾ ആരോ കുത്തിയിട്ടുണ്ട്. നമ്മൾ കയറുമ്പോഴത്തേക്കുള്ള വൃത്തി നല്ല വൃത്തിയാക്കിയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് എറണാകുളം വരെ എങ്ങനെ ആയിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. 5:20 കന്യാകുമാരിയിൽ നിന്ന് വിവേക് എക്സ്പ്രസ് എടുക്കുന്നത്. ഇപ്പം തന്നെ ഇതിനകത്ത് ആള് പാക്ഡ് ആണ്. ഈ ഒരു കോച്ച് ഒഴികെ ബാക്കിയുള്ള കോച്ചിലെല്ലാം ആള് പാക്ഡ് ആണ്. കന്യാകുമാരിയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പേ ഉള്ള വിവേക് എക്സ്പ്രസിന്റെ അവസ്ഥ വൃത്തി നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്നും കുപ്പി നശിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറ, ആരാണ് ട്രെയിൻ അഴുക്കാവുന്നതിന്റെ ഉത്തരവാദി? കാരണം സ്റ്റേഷനിൽ നിന്ന് എടുക്കുമ്പം ഉള്ള വിവേക് എക്സ്പ്രസ് ആണ് ഞാനിപ്പോൾ കാണിച്ചത്. പക്ഷെ നമ്മൾ കണ്ടേക്കുന്ന വിവേക് എക്സ്പ്രസ് ഏറ്റവും വേഴ്സ്റ്റസ്റ്റ്, ഏറ്റവും ഡേർട്ടിയസ്റ്റ് ട്രെയിനാണ് അല്ലേ? എൻജിൻ പിടിപ്പിക്കാൻ പോവാണേ. അങ്ങനെ നമ്മുടെ എൻജിൻ ഇവിടെ പിടിപ്പിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ട്രെയിന് റേറ്റിംഗ് കൊടുക്കണ്ടേ? വണ്ടി എടുക്കുന്നതിന് മുമ്പുള്ള റേറ്റിംഗ് പറയുകയാണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ബാത്റൂം ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും കോച്ച് കമ്പാർട്ട്മെന്റ് ആണെങ്കിലും എന്താണെങ്കിലും ജനറലിനാണ് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എറണാകുളം എത്തുന്നവരെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. കാരണം ഇപ്പം വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് നശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചതിൻ്റെ കവർ അവിടെ ഇടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാനിപ്പോൾ കണ്ടു. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് നേരത്തെ മുതൽ തുപ്പി നശിപ്പിക്കുന്നതിനാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കൈയൊന്നും വെക്കാൻ പറ്റത്തില്ല, മൊത്തം തുപ്പി നശിപ്പിച്ചിട്ടേ. അങ്ങനെ 5:25 ഇപ്പൊ നമ്മുടെ വിവേക് എക്സ്പ്രസ് എടുത്തു. നമ്മുടെ വണ്ടി എടുക്കേണ്ട ടൈമാണ്. 5:25 നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് കന്യാകുമാരി സ്റ്റേഷനിൽ നിന്ന്. ഇതിന് എറണാകുളം എത്താൻ വേണ്ടിയിട്ട് വെറും 7 സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ. കന്യാകുമാരി വിട്ട് കഴിഞ്ഞാൽ നാഗർകോവിൽ, ട്രിവാൻഡ്രം, കൊല്ലം, ചെങ്ങന്നൂര്, കോട്ടയം, എറണാകുളം. എനിക്ക് ഈ ജനലിൻ്റെ അടുത്തോട്ട് ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇവിടെ ചെറിയ വൃത്തിയുടെ അഴുക്കൊക്കെ കിടപ്പുണ്ട്. ബാക്കി ഫുള്ള് നല്ല രീതിയിൽ റെയിൽവേയിൽ ആൾക്കാർ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മനുഷ്യന്മാർ തന്നെയാണ് ഇത് അഴുക്കാക്കുന്നത്. എത്ര പറഞ്ഞാൽ ഈ റെയിൽവേയുടെ ആൾക്കാർ ഇത് വൃത്തിയാക്കേണ്ടത്? അവരും മനുഷ്യരല്ലേ. അപ്പൊ നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് എറണാകുളം ടൗൺ വരെ വിവേക് എക്സ്പ്രസിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 120 രൂപയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വിവേക് എക്സ്പ്രസിന് നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് നാഗർകോവിൽ ജംഗ്ഷനാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കന്യാകുമാരി വിട്ട കഴിഞ്ഞാൽ പിന്നെ നാഗർകോവിൽ, പിന്നെ ട്രിവാൻഡ്രം സെൻട്രൽ, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, വളരെ കുറച്ച് സ്റ്റേഷൻസ് ഇതിനുള്ളൂ കേട്ടോ. സാധാരണ ട്രെയിനിനൊക്കെ സേലം വിട്ട് കഴിഞ്ഞാൽ ജോലാർപേട്ടയിൽ സ്റ്റോപ്പ് ഉണ്ടാവും, അല്ലേ വേറെ എവിടെയെങ്കിലും വാനിയമ്പാടിയിൽ സ്റ്റോപ്പ് ഉണ്ടാവും. പക്ഷെ ഇത് സേലം വിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് കാട്ട്പാടി, അവിടെ ഉള്ളൂ ഇതിന് സ്റ്റോപ്പ്. ഞാൻ ഈ കന്യാകുമാരി റൂട്ടുണ്ടല്ലോ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കിയേ. അങ്ങ് കടല് കാണാം. അങ്ങോട്ട് നോക്കിയേ, അങ്ങ് ദൂരെ കടല് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. അടിപൊളി.
വന്നപ്പോൾ കണ്ടില്ലേ, ഇങ്ങോട്ട് ഞാൻ വന്നത് ആക്ച്വലി കൊല്ലം കന്യാകുമാരി മെമോയിലാണ്. ആ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്കണേ. നോക്കിക്കേ എന്ത് രസമായിട്ട് അന്ന് ദൂരെ കടലും കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ കന്യാകുമാരി വിട്ടതിന് ശേഷമുള്ള ആദ്യത്തെ സ്റ്റോപ്പായ നാഗർകോവിലിൽ നമ്മൾ എത്തിയേക്കാണ്. നാഗർകോവിൽ ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കന്യാകുമാരി പൂഞ്ഞ് കിടപ്പുണ്ട്. നാഗർകോവിൽ ജംഗ്ഷൻ നമ്മളാണ് ഏറ്റവും ഫ്രണ്ടിലോ, ഏറ്റവും ഫ്രണ്ടിൽ. ഇവിടുന്ന് ആള് കയറാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ലല്ലോ, നല്ല സ്റ്റേഷൻ കണ്ടോ, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ആൾക്കാർ ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ഇപ്പം മിക്ക സ്റ്റേഷനിൽ ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റ് കാണുന്നുണ്ട്, സ്കൈയുടെ. ഇനിയിപ്പം സ്റ്റേഷൻസിൽ പുതിയ റെനോവേഷന് ശേഷം പുതിയ ഷോപ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്കൈയുടെ ഈ ഐസ്ക്രീമിൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ വന്നേക്കുന്നത്. ഇനി കുറേ ഔട്ട്ലെറ്റ്സ് വരും സ്റ്റേഷൻസിൽ. യൂസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സ് കൂടെ വന്നാൽ മതിയായിരുന്നു. കുറേ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഭയങ്കര ഇടിയും തല്ലും വാട്ടി മഴക്കൊക്കെ ഉണ്ടായിരുന്നു. ഓടിച്ചാടിയൊക്കെ കയറുമായിരുന്നു. നമ്മളിതേ ഇവിടെ വന്നിട്ടൊരു 10 മിനിറ്റിന് മേളിലായി. ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. എന്തെങ്കിലും ഇനി ഇങ്ങോട്ട് വരാനുണ്ടോ അറിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ലേറ്റ് ആകുന്നത്. എന്തായാലും നമുക്ക് എടുത്തിട്ട് ഇനി നോക്കാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് ട്രിവാൻഡ്രം സെൻട്രലാണ്. ട്രിവാൻഡ്രം എത്താനായിട്ട് ഏകദേശം ഒരു 7:30 സംതിങ് ആവും. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. ട്രെയിൻ വൃത്തിയിലാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം സെൻട്രലിലെത്തും. ഞാനിരിക്കുന്ന ഈ കോച്ച് വലിയ വൃത്തികേടില്ലാണ്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ ഫുള്ള് പണി നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു ട്രാക്ക് കൂടെ വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് പണി നടക്കാം. നമ്മളിപ്പോൾ ഇരണിയൽ സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ല, പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ വെറും 2 കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത്. പക്ഷേ ഏതോ ഒരു പട്ടിക്കാട്ടിന് പിടിച്ചിട്ടാൻ തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂർ. എല്ലാവരും എന്തൊരു ബഹളമാണ് ഇവിടെ, പാട്ടും കൂട്ടും ബഹളമാണ്. ബിരിയാണിൻ്റെ ആ പുറകെ ഇരിക്കുന്ന ടീമൊക്കെ ഉണ്ടല്ലോ, ബംഗാളി പാട്ടിട്ട് തകർക്കുകയാണ്. എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ടൊരു തരത്തിൽ വയ്യ. സിഗ്നൽ കിട്ടി, സിഗ്നൽ കിട്ടി. ഓക്കെ, സൗണ്ട് അമ്മയെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ചീച്ചണിന്ന് ഓക്കെ എന്ന് പറയും. നമ്മുടെ വണ്ടി, നമ്മുടെ കാര്യം. പിന്നെ ഒരു കാര്യം, ഇതുപോലെ മണ്ടത്തരങ്ങൾ കാണിക്കല്. ട്രെയിനിൽ ഇങ്ങനെ സൗണ്ടിൽ പാട്ടൊന്നും വെക്കാൻ പാടില്ല. അത് കുറ്റാർഹമാണ്. ഓക്കെ, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബുക്ക് എടുത്തുകൊണ്ട് പോകും. ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല കിടിലം ഫ്ലാറ്റ്. ട്രിവാൻഡ്രം മംഗലാപുരമാണ് ഇത് അപ്പുറത്ത് പോകുന്ന ട്രെയിൻ. നമ്മളങ്ങനെ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയേക്കാണ്. എന്താണെന്നറിയില്ല, നമ്മളിരിക്കുന്നിടത്തല്ല ആസ് യൂഷ്വൽ. ഇവർ ഈ പാട്ട് വീണ്ടും 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 വെക്കുക. എനിക്കെൻ്റെ അപ്പം നമ്മൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്. എൻ്റെ ഉണ്ടല്ലോ പുള്ളിയോട്, ആ പുറകിരിക്കുന്ന ചുമത ഷർട്ട് ഇതല്ല, വേറൊരു പുള്ളിയുണ്ട് ടീഷർട്ട്. ആ പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ. പിന്നെ അപ്പുറത്തിരിക്കുന്നപ്പോൾ പറഞ്ഞപ്പോൾ കുറച്ചത് കൊണ്ട് ഞാൻ സമാധാനപ്പെടുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടാത്ത ആർക്കും ഞാൻ പോയി ബുക്ക് എടുത്തോണ്ട് വരും. ഞാൻ 7:30 വരേണ്ട വണ്ടിയാണ്. പിടിച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ട് 7:50 ആയപ്പോഴാണ് ഇവിടെ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയേക്കുന്നത്. വണ്ടിയായി ആ പുള്ളി മാറി കൊടുക്കുന്നില്ല, ഈ പുള്ളി അവിടെ നിന്നിരിക്കണം. അതാണിപ്പോൾ അവിടെ നടക്കുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ട്രിവാൻഡ്രത്തു നിന്ന് എടുത്തേ. അവിടെ ഇരുന്ന ആ പുള്ളി ഉണ്ടല്ലോ, ആ അച്ഛന് സീറ്റ് കൊടുത്തില്ല. ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞിട്ട് വേറെ 2 പേര് കയറിയിട്ടുണ്ടായിരുന്നു. അവരുടെ പാൻറ് പോലീസിൻ്റെ പാൻറ്റായിരുന്നു. അത് ആ
പോലീസിന്റെ പാനാണ്, അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പുള്ളി മാറിക്കൊടുത്തു. എന്തൊരു അഹങ്കാരമാണ് നോക്കി. ആ അച്ഛൻ എത്ര നേരം അവിടെ നിന്ന് ചോദിച്ചെന്നറിയാവോ, മാറെന്ന് പറഞ്ഞിട്ട് അവൻ മാറിക്കൊടുത്തിട്ടില്ല. അഹങ്കാരം. സ്വന്തം വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും RPF കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ വരുന്നതിന് മുമ്പ് ട്രെയിൻ എടുത്തു ഗൈസ്. ട്രിവാൻഡ്രത്തുനിന്ന് ട്രെയിൻ എടുത്തു. അങ്ങനെ നമ്മുടെ ഈ വിവേക് എക്സ്പ്രസ് 25 മിനിറ്റ് ഡിലേയോട് കൂടിയാണ് ഓടുന്നത്. ഇപ്പം ട്രിവാൻഡ്രം സെൻട്രൽ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോപ്പ് കൊല്ലത്താണ്. കൊല്ലത്ത് മാത്രമാണ് ഇനി സ്റ്റോപ്പ് വരുന്നത്. നമ്മുടെ വിവേക് എക്സ്പ്രസിന്റെ സ്പീഡ് ഞാൻ കാണിച്ചേരട്ടെ. ഈ ഒരു സ്പീഡിലാണ് നമ്മുടെ വിവേക് എക്സ്പ്രസ് പൊക്കോണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മുടെ വണ്ടി പിടിച്ചിട്ട് കുറേ നേരമായി സാധനം പിടിച്ചിട്ടിട്ട്, കുറേ നേരമായി. എന്തായാലും ഹോൺ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കൊല്ലാണ്. ഇടയ്ക്കാവൂർ കൊണ്ടുവന്നിട്ട് വീണ്ടും പിടിച്ചിട്ട്, അങ്ങനെ വീണ്ടും ഒരു 10-20 മിനിറ്റത്തെ പിടിച്ചിട്ടതിന് ശേഷം നമ്മുടെ വിവേക് എക്സ്പ്രസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ 8:42 കൊല്ലത്തിട്ടുണ്ട് നമ്മുടെ വിവേക് എക്സ്പ്രസ്. ഇതാ 9:30 ആയപ്പോഴത്തേക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഈ ഭാഗത്താണേ, നമ്മുടെ ഭാഗത്താണേ. നമ്മൾ റെയിൽ മദർ ആപ്പിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മറ്റേ പുള്ളി സീറ്റ് കൊടുക്കണില്ല, അതേപോലെ സോങ്ങിൻ്റെ ഒക്കെ കാര്യം. സോങ് ഒരു പാട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും വേറെ ടീം വന്നപ്പോഴത്തേനും സീറ്റ് കൊടുക്കുന്നില്ല. വേറെ ഒരു അമ്മയും അച്ഛനും കുറേ പേര് വന്നിട്ട് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പോലീസ് വന്നിട്ടുണ്ടായിരുന്നു, ആരാണ് കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണ് കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. മീൻസ് 2 ലേഡി RPFs ആണ് വന്നത്, സംസാരിച്ചു. ഇവിടെയുള്ള കിടന്നുകൊണ്ടിരുന്ന ബാക്കിയുള്ളവരൊക്കെ തടയിരിക്കുകയായിരുന്നു. കിടന്നിരുന്ന ആൾക്കാരെ എല്ലാം എണ്ണിപ്പിച്ചിട്ട് ഇത് ജനറൽ കമ്പാർട്ട്മെന്റ് തന്നെ കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാം ഇരുത്തി എല്ലാവരും എന്നെ നല്ല വൃത്തിക്ക് തുറച്ച് നോക്കുന്നുണ്ട്. ഞാൻ ഏതാണ്ട് ഭയങ്കര വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ, നിന്നെ കൈ കിട്ടിയുണ്ടല്ലോടി എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പം എന്നെ നോക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. കാരണം ഒരുപാട് പേര് ഇരിക്കേണ്ട, മീൻസ് ഒരു പ്രായമായ അച്ഛൻ വന്ന് കുറേ കെഞ്ചിട്ട് അയാൾ സീറ്റ് കൊടുത്തില്ല, ഇവിടെ വേറെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും അത് തന്നെ നടന്നത്. അപ്പം RPF കണ്ടുകൊണ്ട് വഴക്ക് പറഞ്ഞു എണ്ണിപ്പിച്ചിരുത്തി സീറ്റ് ബാക്കിയുള്ളവർക്ക് കിട്ടി. അത് നല്ല കാര്യമാണ്. അപ്പം നമ്മൾ വിവേക് എക്സ്പ്രസ്സിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ അത് നമ്മുടെ കേരളത്തിൽ എന്തായാലും ആക്ഷൻ എടുക്കും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ചെറിയനാട് റെയിൽവേ സ്റ്റേഷനാണ്. പാസ് ചെയ്ത് പോവാണ് നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ എടുക്കാറായ. നമ്മൾ കൊല്ലത്ത് വെച്ച് നമ്മളോട് RPF ഇവിടെ ഇരുന്നവരെല്ലാം എണ്ണിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഇത് ജനറലാണ്, കിടക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചൊക്കെ ാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ നമ്മളിത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. എനിക്ക് ആക്ച്വലി പോയി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ചെങ്ങന്നൂരിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ RPF വന്ന് വെളിയിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ വിവേക് എക്സ്പ്രസ് എന്തായാലും കേരളത്തിൽ കൂടെ ഓടുമ്പം ഒരു പരിപാടി നടക്കത്തില്ല. RPF നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത RPF വരും, ചെക്ക് ചെയ്യും, അടിച്ചോടിക്കും. അതേപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കേരളത്തിൽ കൂടെ ഓടുമ്പം ഈ വക കാര്യങ്ങൾ വിവേക് എക്സ്പ്രസ് ഇതുവരെ ഇങ്ങോട്ട് വരുന്നതല്ല, അങ്ങോട്ട് പോകുന്ന വിവേക് എക്സ്പ്രസ്സിൽ എല്ലാം പക്കയാണ്. പിന്നെ നമ്മൾ റെയിൽ മദർ ആപ്പിൽ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ റിസർവേഷൻ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, PNR നമ്പർ അടിച്ചു കൊടുത്താൽ മതി. പക്ഷെ ജനറൽ ടിക്കറ്റ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ടിക്കറ്റിൽ ഒരു UTS നമ്പർ ഉണ്ടാവും. അതിപ്പം ടിക്കറ്റ് കോപ്പി എടുത്താലും ഇപ്പം ഓൺലൈൻ വഴി ബുക്ക് ചെയ്താലും നമ്മുടെ ടിക്കറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ അടിച്ചു കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി. ആ നമ്പർ അടിച്ചു കൊടുത്തിട്ട് കംപ്ലൈൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ 57 മിനിറ്റ് ലേറ്റോടുകൂടി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ചെങ്ങന്നൂർ വിട്ട് കഴിഞ്ഞാൽ ഈ ട്രെയിൻ വേറെങ്ങും സ്റ്റോപ്പില്ല, തിരുവല്ല സ്റ്റോപ്പില്ല, ചങ്ങനാശ്ശേരി സ്റ്റോപ്പില്ല, ഡയറക്റ്റ് കോട്ടയമാണ്. കോട്ടയം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ടൗണിലാണ് ഇതിൻ്റെ സ്റ്റോപ്പ് വരുന്നത്. പിന്നെ വാഷ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാഷ്റൂം മോശമായി തുടങ്ങി. നല്ല സ്മെല്ലുണ്ട്. കാരണം ഇവിടെയുള്ള ആൾക്കാർ, നോർത്തിലോട്ട് പോകുന്ന ആൾക്കാർ കയറി വെള്ളം ഒഴിക്കാതെയും തുപ്പി ഒക്കെ ഭയങ്കര മോശമായിട്ടുണ്ട്. ഞാൻ എന്തായാലും കയറി വീഡിയോ എടുക്കുന്നില്ല, കാരണം എനിക്ക് തീരെ വയ്യ. ഒന്നാമത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും എല്ലാ ആളും കയറിയില്ല. അയ്യോ, ഇത് നമ്മൾ ഇറങ്ങുന്നത് എങ്ങനെയാ, നമ്മളെങ്ങനെ ഇറങ്ങും? ഈ സമയം കൊണ്ട് എറണാകുളം എത്താനുള്ള സമയമാവേണ്ടതാണ്.
അരമണിക്കൂറോടെ 11:25 ആകുമ്പോൾ എറണാകുളം എത്തേണ്ടതാണ്. പക്ഷെ 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ കോട്ടയം എത്തിയേക്കുന്നത്. എന്തായാലും ഒരു 12:30 ആവുമായിരിക്കും മിക്കവാറും എറണാകുളം എത്താൻ എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കോച്ചിൻ്റെ അവസ്ഥ. വലിയ കുഴപ്പമില്ലാത്തൊരു കോച്ചാണ്. അയ്യോ എന്റെ വീട്ടിലേക്കമ്മേ ആ പാത്രം പോയി. നല്ല കിട്ടിയിലും മഴയാണേ. ഒരാളും ഉണ്ട്. എന്നാതെ ഇറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇറങ്ങാൻ സമ്മതിക്കണ്ടേ ഇപ്പൊ ഇറങ്ങാനായിട്ട്? കന്യാകുമാരിയിൽ നിന്ന് എറണാകുളം വരെ ദിബ്രുഗഡിൽ നമ്മൾ വിവേക് എക്സ്പ്രസ്സിൽ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നേക്കാണ്. ഇവിടെ നല്ല മഴയാണ്. അപ്പം കന്യാകുമാരിയിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ നല്ല വൃത്തിക്കാണ് എടുക്കുന്നത്. മനുഷ്യരാണ് ചീത്തയാക്കുന്നത്. ഇപ്പോൾ എറണാകുളം വരെ വന്നു, അത്യാവശ്യം വൃത്തി ഉണ്ടായിരുന്നു. മോശമൊക്കെ ചീത്തയായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും വൃത്തിയുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.